നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം ഉടൻ പുനരാരംഭിക്കും. ERS ലൈൻ വിജയകരമായി ചാർജ് ചെയ്തു. അരൂർ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായുള്ള അരൂർ തുറവൂർ ഉയരപ്പാതയുടെ ഒന്നാം റീച്ചിൽ മാസങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കും. നിർമ്മാണത്തിന് തടസ്സമായി നിന്നിരുന്ന 110 kV പ്രസരണ ലൈൻ മാറ്റുന്നതിനായി സ്ഥാപിച്ച എമർജൻസി റീസ്റ്റോറേഷൻ സിസ്റ്റം ERS വിജയകരമായി ചാർജ് ചെയ്തതോടെയാണിത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പുതിയ ലൈൻ ചാർജ് ചെയ്തത്. അരൂർ റെസിഡൻസി ഹോട്ടലിന് സമീപം ദേശീയപാതയ്ക്ക് കുറുകെ പോകുന്ന ലൈനിലാണ് ERS സംവിധാനം ഏർപ്പെടുത്തിയത്. ഇല്ലത്തുപടി മുതൽ തീപ്പെട്ടി കമ്പനി റോഡ് വരെ താൽക്കാലിക ടവറുകൾ നിർമ്മിച്ച് 936 മീറ്റർ ദൂരത്തിൽ കവേർഡ് കണ്ടക്ടറുകൾ ഉപയോഗിച്ചാണ് ഈ താത്കാലിക പ്രസരണ ലൈൻ സജ്ജമാക്കിയത്. പുതിയ ലൈൻ ചാർജ് ചെയ്തതോടെ ഇതിലൂടെയും 110 kV പ്രസരണ ശേഷി ലഭ്യമാകും. ഉയരപ്പാത നിർമ്മാണത്തിന് വഴി തുറക്കും ERS. യാഥാർത്ഥ്യമായതോടെ പാതയ്ക്ക് കുറുകെ പോകുന്ന അരൂർ തൈക്കാട്ടുശ്ശേരി എരമല്ലൂർ ചെല്ലാനം ലൈനുകൾ ഉയർത്താൻ സാധിക്കും. ഇത് നിലച്ചുപോയ ഉയരപ്പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ സഹായകരമാകും. ലൈനിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിൽ സ്ഥിരമായ ടവറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അരൂർ ഹൈസ്കൂളിന് വടക്കുവശം ചേഞ്ചേരി പുരയിടത്തിന് സമീപമുള്ള ടവറിന്റെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇതോടൊപ്പം ഇവിടുത്തെ വൈദ്യുത ലൈനുകളും മാറ്റിസ്ഥാപിച്ചു കഴിഞ്ഞു. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പുതിയതായി ചാർജ് ചെയ്ത 110 kV ERS ലൈൻ കടന്നുപോകുന്ന മേഖലകളിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് KSEB അധികൃതർ അറിയിച്ചു.